നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയിൽ പലരും പറയാറുണ്ട് നമ്മൾ 4Gയിൽ ഉപയോഗിച്ചാലും 5Gയിൽ ഉപയോഗിച്ചാലും നെറ്റ് ഭയങ്കര സ്ലോ ആണെന്ന്. അത് സത്യമാണ്, നെറ്റ് ഭയങ്കര സ്ലോ ആണ്, 4G ആയാലും 5G ആയാലും. അപ്പോൾ ഭയങ്കരമായ പൈസയൊക്കെ കൊടുത്തിട്ട് 5G കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും റീചാർജ് ചെയ്തിട്ട് പലർക്കും സ്പീഡില്ല എന്നൊക്കെയാണ് പറയുന്നത്. പലരും വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് പോലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഞാനും കുറേ തവണ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അവർ പറയും അവരുടെ നെറ്റ്വർക്കിൻ്റെ കംപ്ലയിൻ്റാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരേ സമയം ഒരേ സൈറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്യും. രാത്രിയൊക്കെ ആണെങ്കിൽ ഒട്ടും കിട്ടാറില്ല. അപ്പോൾ പലരും ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ജിയോ കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വാലിഡിറ്റി കഴിഞ്ഞാലും അവർ ഇൻകമിങ്ങും OTP ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും ജിയോ തുടർന്ന് ഉപയോഗിച്ച് പോകുന്നത്. മറ്റുള്ള VI എയർടെൽ പോലെയല്ല. എയർടെലും VI ഒക്കെ അവർ നമ്മളുടെ പ്ലാൻ വാലിഡിറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ ഇൻകമിങ്ങും എല്ലാം കട്ട് ചെയ്യും അവർ. പക്ഷേ ജിയോ അങ്ങനെയല്ല, അവർ ഇൻകമിങ് കോളും ഈ OTPയും SMS ഒക്കെ അവർ അപ്പോഴും തരും നമുക്ക്. അതുകൊണ്ടാണ് പലരും ഇത് തുടർന്ന് ഉപയോഗിച്ച് പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല, നെറ്റ്വർക്കൊന്നും ശരിയാക്കാൻ പോകുന്നില്ല അവർ ഉടനെയൊന്നും. ചിലപ്പോൾ നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവരുടെ ആളുകൾ വന്ന് നമ്മുടെ സ്ഥലത്ത് വന്ന് നോക്കിയിട്ട് പോകും. അപ്പോഴും ഒരു പരിഹാരം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു.